ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഹെൻറി ജി പാർഹെസ്റ്റ് എന്ന് പറയുന്ന കോ ഫൗണ്ടർ ഹു ഡ്രാങ്ക്, അതായത് സഹസ്ഥാപകൻ, കുടിച്ചുപോയ സഹസ്ഥാപകൻ എന്ന് വിളിക്കപ്പെടുന്ന ഹെൻറിയെ കുറിച്ചാണ്. അപ്പോൾ പലപ്പോഴും ചരിത്രകാരന്മാർ വിവരിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബിഗ് ബുക്ക് ഇറങ്ങിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഹെൻറിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ വിൽപ്പനയിൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിനായിട്ട് ഉള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് ഹെൻറിയാണ്. പലപ്പോഴും ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ചരിത്രം പഠിക്കാൻ മുതിരുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ ചരിത്രം അല്ലെങ്കിൽ ഈ പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഏകദേശം 90 വർഷങ്ങളായിട്ടുള്ള ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ ഒരു സൊസൈറ്റിയുടെ ആർക്യൂസ് റിസർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും സർപ്രൈസ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഹെൻറി പിയുടെ കാര്യം. എല്ലാവരും പാർഹെസ്റ്റിനെ വിളിച്ചിട്ടുണ്ടെന്ന് എന്താണ് പാർഹെസ്റ്റ് എന്ന് പറയുന്നത് ബിൽ ഡബ്ല്യുവിൻ്റെ വലത് കൈ ആണ് ന്യൂയോർക്കിലെ. അദ്ദേഹത്തിൻ്റെ ബിൽ വിൽസന് ശേഷം നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നത് ഹാങ് പിയെ കുറിച്ചാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിയാണ് ഹാങ് പി. ഇപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഹാങ് പി ബുക്ക് ഇറങ്ങിയ ഉടനെ തന്നെ കുടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള പല എഡിഷനുകളിലും അദ്ദേഹത്തിൻ്റെ കഥ ചേർക്കപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഹാങ് പിയെ കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ ബിൽ വിൽസന് വലിയൊരു തലവേദനയായി മാറിയ ആളാണ് ഹാങ് പി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാത്രികളിൽ വളരെ ബിൽ വിൽസന് വളരെ ശല്യമായി മാറിയ ഒരാൾ കൂടിയാണ് ഹാങ് പി. ഹാങ് പി നമ്മളുടെ മറവിയുടെ ലോകത്തേക്ക് പ്രവേശിക്കപ്പെട്ട് വീണ്ടും കുടിച്ചതുകൊണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ വിക്കിപീഡിയ പേജൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും സത്യം എന്താണെന്ന് വെച്ചാൽ ഹാങ് ഇല്ലെങ്കിൽ ബിഗ് ബുക്ക് ഇല്ല എന്നുള്ളതാണ്. നോ ഹാങ് നോ ബിഗ് ബുക്ക്. കാരണം നമുക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ മറവിയുടെ ലോകത്തേക്ക് പറഞ്ഞുവിടാൻ കഴിയില്ല. കാരണം അദ്ദേഹം നൽകിയ ബിഗ് ബുക്കിന് വേണ്ടിയിട്ട് നൽകിയ സംഭാവനകൾ നമ്മൾ ഓരോ അങ്ങും ഓർത്തിരിക്കേണ്ടതാണ്. ഹാങ് പി ജനിച്ചത് മാർച്ച് 13, 1895 ബിൽ വിൽസൺ നവംബർ 26, 1895 ജനിച്ചത്. ഹൈസ്കൂളിലും കോളേജിലും എല്ലാം പഠിക്കുകയും അദ്ദേഹം സെപ്റ്റംബർ മാസം 1935 സുബോധത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കാത്ലിൻ എന്നായിരുന്നു. അവർക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്, ഹെൻറി ഗിഫനും ജൂനിയർ, ഹെൻറി ഗിഫനും റോബർട്ട് സ്റ്റുവർട്ടും. അവർക്ക് 7 വയസ്സ് പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൂടാതെ സുബോധത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം ന്യൂജേഴ്സിയിലെ ടീനക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതിനുശേഷം മോൺക്ലെയർ, ന്യൂജേഴ്സിയിൽ തന്നെ മോൺക്ലെയറിലേക്ക് ജൂൺ 1937 മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അത് വെസ്റ്റ് ഓഫ് ദ ഹുഡ്സൺ റിവർ എന്നാണ്. അപ്പോൾ 5 മൈൽ ഹുഡ്സൺ റിവറിന് 5 മൈൽ അകലെയാണ് ആദ്യം ന്യൂജേഴ്സിയിൽ താമസിച്ചിട്ട് പിന്നെ അദ്ദേഹം 15 മൈൽ അകത്തേക്ക് താമസം മാറിയെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് എവിടെയാണ് അവർ ജീവിച്ചിരുന്നതെന്ന് കാണുന്നത്? അന്നത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ബിൽ വിൽസണും ഇദ്ദേഹവും തമ്മിലുള്ള ദൂരവും അല്ലെങ്കിൽ ബിൽ വിൽസൺ താമസിച്ചിരുന്ന ബ്രുക്ലിൻ എന്ന് പറയുന്ന സ്ഥലവും ഇതും തമ്മിലുള്ള ദൂരം അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ഏരിയ. ബിൽ വിൽസൺ അദ്ദേഹത്തിനെ സൂപ്പർ പ്രൊമോട്ടർ എന്ന് വിളിക്കുകയും അതുകൂടാതെ ഹൈ പ്രഷറുള്ള ഒരു സെയിൽസ്മാൻ, ബിൽ വിൽസൺ അറിഞ്ഞോടത്തോളം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹൈ പ്രഷറുള്ള ഒരു സെയിൽസ്മാൻ ആയിരുന്നു ഹാങ് പി എന്ന് സൂപ്പർ പ്രൊമോട്ടർ എന്നാണ് ബിൽ വിൽസൺ വിളിച്ചിരുന്നത്. ബിൽ വിൽസൺ പറയുന്നത് ടെറിഫിക് പവർ ഡ്രൈവറാണ്, ഹാർഡ് ഹിറ്റിംഗ് സെയിൽസ്മാൻ ആണെന്നാണ്. അപ്പം ജിം ബോർവെൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഹൈ പ്രഷർ ഹ്യൂമൻ ഡൈനാമോ എന്നാണ്.
നമുക്കറിയാം ജിം ബോർവെൽ ഒരു എത്തിയസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഹാവിങ് ആൻ ഐഡിയ എ മിനിറ്റ്, ഒരു മിനിറ്റിനുള്ളിൽ ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവരുന്ന ആളായിരുന്നു അദ്ദേഹം. പിന്നെ നമുക്ക് ഹാങ്പിയെ കുറിച്ച് പറയാനുള്ളത്, ഹാങ്പിയുടെ ജോലി എന്ന് പറയുന്നത് ബൊറോ ആഡിംഗ് മെഷീൻ കമ്പനിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സെയിൽസ് 1100 സെയിൽസ്മാൻമാരുള്ളതിൽ 10% സെയിൽസ് ഇദ്ദേഹം നടത്തിയിരുന്നതാണ്. 3 മാസത്തിനുള്ളിൽ 10% സെയിൽസ് ഹാങ്പി നടത്തിയിരുന്നു. അതുകൂടാതെ അദ്ദേഹം സെയിൽസ് കൺസൾട്ടിങ് ബിസിനസ് ചിക്കാഗോയിൽ ഓപ്പൺ ചെയ്തു. അത് സക്സസ്ഫുള്ളായിട്ട് ഓപ്പറേഷൻ നടത്തി. അതുകൂടാണ്ട് അതിനുശേഷം സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് ഇന്ത്യാന എന്ന് പറയുന്ന ഓയിൽ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം ഒരു സർവീസ് സ്റ്റേഷൻ നടത്തിയിരുന്നു. അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം ഒരു സിറ്റിയിലെ മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, സിറ്റി മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയുടെ സിറ്റി മാനേജറായിട്ട്, ഡിവിഷണൽ സെയിൽസ് മാനേജറായിട്ട് മാറി. അതിനുശേഷം അസിസ്റ്റന്റ് ജനറൽ മാനേജറായിട്ട് മാറി. അദ്ദേഹം 485 പ്ലാന്റുകൾ ആ ടെറിട്ടറിയിൽ തുടങ്ങുകയും 1000-ഓളം ആളുകളെ നിയമിക്കുകയും ട്രെയിൻ സെയിൽസ്മാൻമാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും നിയമിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ ഓയിൽ കമ്പനി പിന്മാറി സ്വന്തമായിട്ടൊരു ഓയിൽ കമ്പനി തുടങ്ങി. അതിനുശേഷം ഈ കമ്പനി സ്റ്റാൻഡേർഡ് ഓയിലിന് തന്നെ മറിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കി. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി ന്യൂജേഴ്സിയിലെ സെയിൽസ് മാനേജറായിട്ട്, അതായത് മെക്സിക്കോ ഏരിയയുടെ സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്തു. അദ്ദേഹം ആ ഒരു വർഷം തന്നെ, അതായത് 98,500,000 ലോസിൽ നിന്ന കമ്പനിയെ $40,000 ലാഭത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മികവിൻ്റെ സെയിൽസ്മാൻ എന്ന രീതിയിലുള്ള മികവ് കാണിക്കാൻ വേണ്ടിയിട്ട് ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ന്യൂയോർക്കിൻ്റെ അസിസ്റ്റന്റ് ഹോൾസെയിൽ സെയിൽസ് മാനേജറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയും 6000 സെയിൽസ്മാൻമാരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും 28,000 ഡീലർമാരെ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം 20,000 ഡോളറായിരുന്നു. 20,000 ഡോളറായിരുന്നു 1935. ബിൽ ഡബ്ല്യു അതിനെപ്പറ്റി പറയുന്നത് അദ്ദേഹം ഇയർലി $40,000 ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1935 കാലഘട്ടത്തിൽ ഇപ്പോൾ 20,000 ആയാലും $40,000 ആയാലും അതൊരു ഹ്യൂജ് എമൗണ്ട് മണിയാണ്. അപ്പോൾ നല്ലൊരു സാലറി ഉണ്ടാക്കിയിരുന്ന, അല്ലെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയിരുന്ന ആളായിരുന്നു. ഇത് ഈ $40,000 ബിൽ ഡബ്ല്യുവിൻ്റെ ഒരു ലേഖനത്തിലാണ് ബിൽ ഡബ്ല്യു എഴുതിയിരിക്കുന്നത്. ടൗൺസ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 1935 ന്യൂയോർക്ക് സിറ്റിയിലെ ടൗൺസ് ഹോസ്പിറ്റലിൽ ഹാങ്പി അഡ്മിറ്റ് ആകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ആദ്യത്തെ എഡിഷനിൽ ദി അൺബിലീവർ എന്ന രീതിയിൽ ഹെഡിങ്ങിൽ ഡോക്ടർ ബോബിൻ്റെ സ്റ്റോറിക്ക് ശേഷം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.